ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരു 7-8 ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ചെറിയൊരു ശാരീരിക അസ്വസ്ഥതയും മറ്റു കാരണങ്ങൾ കൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാത്തത്. അപ്പോൾ ലാസ്റ്റ് ഒരു വീഡിയോയിൽ നമ്മൾ നോക്കിയിരുന്നത് നമ്മുടെ ടോൺ സ്റ്റേഷൻ്റെ ലിസ്റ്റിംഗ് ആണ്. അത്യാവശ്യം നല്ലൊരു ലിസ്റ്റിംഗ് ആയിരുന്നു. പ്രോഫിറ്റ് ബുക്ക് ചെയ്തെന്ന് കരുതുന്നു എല്ലാവരും. ഓക്കെ, അതിൽ നിന്ന് ഇനി അടുത്ത സെക്കൻഡ് വിഡ്രോ നമുക്ക് കിട്ടാനുണ്ട്. മൈനിങ് കണ്ടിന്യൂസ്ലി ചെയ്യുക. പിന്നെ വന്നിട്ട് മറീന പ്രോട്ടോക്കോളിൽ ചെറിയൊരു അനൗൺസ്മെൻറ്റ് കണ്ടായിരുന്നു. പിന്നെ പ്രധാനമായിട്ടും ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്ന്, മൂൺസ്ബർഗിൻ്റെ വാലറ്റ് കണക്റ്റ് ആകുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ടെലഗ്രാമിലും വാട്സപ്പിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് കറക്റ്റ് ചെയ്യുക. കണക്റ്റ് ആകാത്തവർ കണക്റ്റ് ചെയ്യുക. OGCയുടെ ലിസ്റ്റിംഗ് അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. സീലിയയുടെ വന്നിട്ട് ഇതുവരെ നിങ്ങൾക്ക് പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. AZ കോയിനറിൻ്റെ ലിസ്റ്റിംഗ്, അതുപോലെ തന്നെ ഹോട്ട് കോയിൻ ലിസ്റ്റിംഗ്, W കോയിൻ ലിസ്റ്റിംഗ്, അങ്ങനെ കുറേ ലിസ്റ്റിങ്ങുകളുടെ അനൗൺസ്മെൻറ്റുകളാണെന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കേണ്ടത് മൂൺസ്ബർഗാണ്. മൂൺസ്ബർഗിൽ വന്നിട്ട് ഒരു ലിങ്ക് ഇന്ന് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ വാലറ്റ് കണക്റ്റ് ചെയ്യുക. വാലറ്റ് കണക്റ്റ് ചെയ്യുക. ഈ കാണുന്നത് പോലെ എനിക്ക് ഇന്നാണ് വാലറ്റ് കണക്റ്റ് ആയിരിക്കുന്നത്. നിങ്ങൾ ഇതുവരെ വാലറ്റ് കണക്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ വാലറ്റ് കണക്റ്റ് ചെയ്യുക. രണ്ടാമത് നമ്മൾ നോക്കുന്നത് OGCയുടെ വിഡ്രോ ആണ്. OGCയുടെ ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് പോകാം. OGCയുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് അവരുടെ ട്വിറ്റർ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ട്വിറ്ററിൽ വന്നിട്ട് ഇപ്പോൾ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ അതിൻ്റെ വിഡ്രോയുടെ മറ്റു കാര്യങ്ങളിങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ വന്നിട്ട് ഇവരുടെ വ്യക്തമായിട്ട് ഇവിടെ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇതിൽ പറയുന്നത് ഇവിടെ നമ്മുടെ വിഡ്രോയുടെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ ബിറ്റ്ഗിറ്റിലാണ് ഇവർ വിഡ്രോ ഇപ്പോൾ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ബിറ്റ്ഗിറ്റിൽ നമ്മുടെ UID കൊടുക്കണം. അതുപോലെ തന്നെ OGCയുടെ ഡിപ്പോസിറ്റ് അഡ്രസ്സ് കൊടുക്കണം. പ്രീവിയസ് ബിറ്റ്ഗിറ്റ് ഇമെയിൽ. അപ്പോൾ ഇതാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. ബിറ്റ്ഗിറ്റിൻ്റെ ഇമെയിൽ ID യാണ് നമുക്ക് കൊടുക്കേണ്ടത്. നിങ്ങൾ ഒരുപക്ഷെ 2 ഇമെയിൽ ID വെച്ചൊക്കെയാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങളത് നോക്കുക. അതിനുശേഷം സേവ് കൺഫേം കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇവരുടെ അനൗൺസ്മെൻറ്റിൽ കാണുന്നത്. വളരെ കെയർഫുള്ളായിട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. നമുക്ക് മടങ്ങി നമുക്ക് ബിറ്റ്ഗിറ്റിലേക്ക് പോകാം. എങ്ങനെയാണ് ഇതിൻ്റെ അഡ്രസ്സ് എല്ലാം എടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ബിറ്റ്ഗിറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ കാണുന്ന ഈ 9 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, നിങ്ങളുടെ UID കോപ്പി ചെയ്ത് എടുക്കാൻ കഴിയും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും, നമ്മുടെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ UID കോപ്പി ആയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ അസറ്റ് എന്ന് പറയുന്ന ഇവിടെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അസറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്നിട്ട് ഈ കാണുന്ന ആഡ് ഫണ്ട് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഒരു പേജ് ഓപ്പൺ ആയി വരും. ഇവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് ഇവിടെ വന്നിട്ട് ഡിപ്പോസിറ്റ് ക്രിപ്റ്റോ എന്ന് പറയുന്ന ഇവിടെ ഇത് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആൾറെഡി ഇവിടെ കാണുന്ന ഈ ഭാഗത്ത് നിങ്ങൾ സെർച്ച് ചെയ്യുക, OGC സെർച്ച് ചെയ്യുക. OGC ഇവിടെ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും. ഇവിടെ വന്നിട്ട് നിങ്ങളിവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ERC20 എത്തേറിയം, ഇവിടെ OGC. അത് കഴിഞ്ഞതിന് ശേഷം ഈ കാണുന്ന ഇവിടെ അഡ്രസ്സ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇത് കോപ്പി ചെയ്തെടുക്കുക. ഈ കാണുന്ന ഈ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ അഡ്രസ്സ് കോപ്പി ചെയ്തെടുക്കുക. കോപ്പി ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ മടങ്ങി ആപ്ലിക്കേഷനിൽ വന്നു. ആപ്ലിക്കേഷൻ വന്നതിന് ശേഷം ഏറ്റവും മുകളിൽ കാണുന്ന ഈ വെരിഫൈഡ്, നിങ്ങളുടെ വെരിഫൈഡ് ആണെങ്കിൽ വിഡ്രോ കിട്ടത്തുള്ളൂ. വെരിഫൈഡ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ ഓപ്പണായി വരും. ഇവിടെ വന്നിട്ട് എഡിറ്റ് എക്സ്ചേഞ്ച് UID എന്ന് പറയുന്ന ഓപ്ഷൻ കാണുന്നുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ബിറ്റ്ഗിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. ഇവിടെ ഈ കാണുന്ന പ്ലസ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഗെറ്റ് കോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ കാണുന്ന ഈ ഗെറ്റ് കോഡ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മെയിലിലേക്ക് ഒരു OTP പോകും. അപ്പോൾ നിങ്ങൾ മെയിൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങളുടെ ആ കോഡ് നിങ്ങൾ എന്ത് ചെയ്യുക, കൊടുക്കുക. അപ്പോൾ ഇവിടെ എനിക്ക് കോഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് കോഡ് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിത് ഇവിടെ കോഡ് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നുണ്ട്. ഓപ്ഷൻ വന്നതിന് ശേഷം എന്ത് ചെയ്യുക, ഇവിടെ വന്നിട്ട് നമ്മുടെ എന്ത് ചെയ്യുക, ബിറ്റ്ഗിറ്റിൻ്റെ UID കൊടുക്കുക. UID കൊടുത്തതിന് ശേഷം പിന്നെ ചെയ്യേണ്ടതാണ് ഇവിടെ UID, ഇവിടെ അഡ്രസ്സ് കൊടുക്കുക. ഇവിടെ ബിറ്റ്ഗിറ്റിൻ്റെ ഇമെയിൽ ID കൊടുക്കുക. അതിനുശേഷം സേവ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനിത് എൻ്റെ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ എൻ്റെ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പം ബാക്കി മടങ്ങി നിങ്ങൾ വരിക, റിട്ടേൺ ഇറങ്ങിയതിന് ശേഷം എന്ത് ചെയ്യുക, മെയിൻ പേജിലേക്ക് വരിക. മെയിൻ പേജിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ
കാര്യങ്ങളെല്ലാം കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. വീണ്ടും വേണമെങ്കിൽ ഒന്നുകൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്ത് കഴിഞ്ഞ് എഡിറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ UID, അഡ്രസ്സ്, അതുപോലെ തന്നെ മെയിലെല്ലാം കംപ്ലീറ്റ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ചെയ്യേണ്ടത്. നമുക്ക് ഈ മാസം അവസാനത്തോടു കൂടി ഇത് ലിസ്റ്റ് ആകുകയാണ്. അപ്പോൾ ഇതിന് നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ബിറ്റ്കിറ്റിൻ്റെ എക്സ്ചേഞ്ച് കയ്യിലില്ലാത്തവർ തൽക്കാലം വെയിറ്റ് ചെയ്യുക. താഴോട്ട് വേറെ ഏതെങ്കിലും എക്സ്ചേഞ്ച് MEXയിൽ കൂടെ ലിസ്റ്റിംഗ് അനൗൺസ്മെൻറ്റ് ഇന്ന് ഞാൻ കണ്ടു. അപ്പോൾ MEXയിൽ ലിസ്റ്റ് ആകണം. അതിൽ അക്കൗണ്ടുള്ളവർ അതിലേക്ക് വിഡ്രോ ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ഒരു അപ്ഡേറ്റിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ വിഡ്രോ നടന്നുകൊണ്ടിരിക്കുന്ന സീലിയയിൽ വന്നിട്ട് പലർക്കും വിഡ്രോ കിട്ടിയിട്ടില്ല. ഞാൻ ഇതിൻ്റെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ട്വിറ്ററിൽ നിന്ന് ഒരു ലിങ്ക് ടെലഗ്രാമിലും വാട്സപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ടെലഗ്രാമിൽ പോയിട്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്താണ് നിങ്ങളുടെ പ്രോബ്ലം അത് അവിടെ എഴുതുക, കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുക. 50% കൂടുതൽ ആൾക്കാർക്ക് സീലിയയിൽ വിഡ്രോ കിട്ടിയിട്ടില്ല. എനിക്ക് വിഡ്രോ വന്നിട്ടുണ്ട്. എങ്കിലും പലർക്കും ഞാനും കൂടെ ട്രൈ ചെയ്തിട്ടും വിഡ്രോ വരുന്നില്ല. പല പ്രോബ്ലംസാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ട ഒരു അനൗൺസ്മെൻറ്റാണ് AZ കോയിനറിൽ വന്നിട്ട് അവരുടെ ലിസ്റ്റിംഗ് ഒരു അനൗൺസ്മെൻറ്റ് വന്നു. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഇതിൽ നോക്കുമ്പോൾ KYC ആയിട്ടില്ല. മാക്സിമം ആരുടെയും KYC ആയിട്ടില്ല. എനിക്ക് KYC സ്ലോട്ട് വന്നിട്ടുണ്ട്. ഞാൻ KYC കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ കുറേ കോയിൻസ് മൈൻ ചെയ്തതിൽ എനിക്ക് ടോട്ടൽ വെരിഫൈഡ് ആയത് 443 ആണ്. ബാക്കി ഇത്രയും 1183 നിങ്ങളുടെയൊക്കെ KYC നിങ്ങൾ വെരിഫൈ ചെയ്യുമ്പോൾ ആകും. മാക്സിമം ആൾക്കാർക്കും KYC വന്നിട്ടില്ല. എനിക്ക് 2 അക്കൗണ്ടുണ്ട്. ഒരു അക്കൗണ്ടിൽ KYC ചെയ്ത് ഒന്നിൽ ഇതുവരെയും KYC സ്ലോട്ട് ഓപ്പൺ ആകുന്നില്ല. അപ്പോൾ ഓപ്പൺ ആകുന്നതിനനുസരിച്ച് ഞാൻ അറിയിക്കും. നിങ്ങൾ ചെക്ക് ചെയ്യുക. അടുത്ത മാസം ഇത് ലിസ്റ്റിംഗ് ആണ്. അടുത്തൊരു അപ്ഡേറ്റിലേക്ക് പോകാം. ഹോട്ട് ടോക്കൺ നമ്മൾ മൈൻ ചെയ്തിരിക്കുന്ന ടെലഗ്രാമിലെ ഹോട്ട് കോയിൻ്റെ വിഡ്രോയുടെ അതുപോലെ തന്നെ മൈനിങ് എൻഡിൻ്റെയൊക്കെ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു അപ്ഡേറ്റ് ഈ ഹോട്ട് ടോക്കണിൻ്റെയാണ്. ഹോട്ട് കോയിൻ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു 9 മാസത്തോളമാണ് നമ്മൾ മൈൻ ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ വളരെ സ്ലോ മൈനിങ് ആയിരുന്നു. എനിക്കൊരു ടോട്ടലി ഒരു 114 ടോക്കണാണ് കാണുന്നത്. നിങ്ങൾ കണ്ടിന്യൂ ആക്റ്റീവ് അല്ല എങ്കിൽ നിങ്ങൾ ആക്റ്റീവ് ആകുക. ഇതിൽ വന്നിട്ട് ഇപ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് വന്നിരിക്കുന്നത് ഇതിൽ മിഷൻസ് എല്ലാം വന്നിട്ട് ഈ 1-ാം തീയതി ജനുവരി 1-ന് ക്ലോസ് ചെയ്യുകയാണ്. ഇവിടെ മിഷൻസ് എന്ന് പറയുന്നത് ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഇവരുടെ ഈ ഒരു അനൗൺസ്മെൻറ്റ്. മേക്ക് ഷുവർ കംപ്ലീറ്റ് ആൾ അൺഫിനിഷ്ഡ് മിഷൻസ് ബിഫോർ വി വിൽ റിമൂവ് ഫ്രം ദ ആപ്പ്. ഈ ആപ്ലിക്കേഷനിൽ നിന്ന് ഈ ഓപ്ഷൻ എല്ലാം എടുത്ത് കളയുമെന്നാണ് പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. കുറച്ച് നിങ്ങളുടെ കയ്യിൽ ഈ ദിവസങ്ങളിൽ എയർ ഡ്രോപ്പ് ഏതെങ്കിലും കിട്ടിയിട്ടുള്ളതുണ്ടെങ്കിൽ ആ ടോക്കൺസ് വെച്ച് നമുക്ക് ക്ലെയിം ചെയ്യാൻ കഴിയും. ഒന്ന് ആദ്യത്തേത് തന്നെയാണ് വാച്ച് വീഡിയോ ആൻഡ് ടോൺ ബ്ലോക്ക് ചെയിൻ. അപ്പോൾ ഇതിൽ വന്നിട്ട് ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ 0.1 ടോൺ ഇവിടെ നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും. ഒരു 3 മിഷനാണ് ഇവിടെ കാണുന്നത്. അതിൽ ഫ്രീ ആയിട്ടുള്ളത് ചെയ്യുക. പേയ്മെൻ്റ് ഉള്ളത് നിങ്ങളുടെ കയ്യിൽ ടോക്കൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം. അതുപോലെ തന്നെ ഈ BNBയുടെയും കോയിൻ നിങ്ങൾക്ക് വേണം. ആ കോയിൻ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ടാസ്കുകൾ 5 ടാസ്ക് ഉണ്ട്. 5 ടാസ്കും കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നെക്സ്റ്റ് ട്രോണിൻ്റെ വന്നിട്ട് TRX ടോക്കൺ നിങ്ങളുടെ കയ്യിൽ വേണം. അപ്പോൾ മിനിമം ഇവിടെ പറയുന്ന ഒരു 10 TRX എങ്കിലും ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്യണം. ഡിപ്പോസിറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ഈ ടോക്കൺസ് കിട്ടുന്നത്. അപ്പോൾ ഇത് ഓരോന്നായിട്ട് ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. സൊളാനയുടെ ഉണ്ട്. അതുപോലെ തന്നെ ബാക്കി 1-2 ഓപ്ഷനുകളുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഇത് കംപ്ലീറ്റ് ചെയ്യുക. ഇവിടെ ജസ്റ്റ് ഈ മിഷൻസ് ഞാൻ മുമ്പ് തന്നെ പലതും കംപ്ലീറ്റ് ചെയ്തതാണ്. ഇത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടാസ്ക് 1 എന്ന് പറയുക വാച്ച് ഒരു വീഡിയോ കാണുക. അത് കഴിഞ്ഞതിന് ശേഷമാണ് നെക്സ്റ്റ് ഓപ്ഷൻ വരിക. രണ്ടാമത്തെ താഴെയാണെങ്കിലും സെയിം ഇതിങ്ങനെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓരോന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ വന്നിട്ട് ഡിപ്പോസിറ്റ് മിനിമം വന്നിട്ട് 0.001 BNB നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്താലാണ് ഇവിടെ ബാക്കി ഈ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുക. അപ്പോൾ നിങ്ങൾ ഇതിൽ മൈൻ ചെയ്യുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, ഈ ടാസ്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഈ ടാസ്കുകൾ 4-5 ടാസ്കുകളാണ് ഉള്ളത്. ബാക്കി ടാസ്കുകളെല്ലാം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 1-ാം തീയതിക്ക് മുമ്പ് കംപ്ലീറ്റ് ചെയ്യുക. ഇല്ല എങ്കിൽ നമുക്ക് ഇതിൽ മിഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല. എത്രത്തോളം നമുക്ക് പോയിൻറ്റ്സ് ഉണ്ടാകുമോ അതിനനുസരിച്ചാണ്. ഇതിലിപ്പോൾ വന്നിട്ട് ഒരു പ്രെമച്വർ ലിസ്റ്റിംഗ് ആൾറെഡി നടക്കുന്നുണ്ട്. അതിൽ വന്നിട്ട് ഒരു $22 $24 ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ എങ്കിലും എൻ്റെ അനുമാനം ഇത് ഒരു $5 $10 ലിസ്റ്റ് ആകുമെന്നാണ്.
അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഓവർ പ്രോട്ടോക്കോളിൻ്റെ കാര്യം പറഞ്ഞ് $1 ലിസ്റ്റ് ആകുന്നു, പക്ഷേ അത് $0.5 പോലും പോയില്ല. അത് പോകാനാകാത്ത കാരണം നമ്മൾ പറഞ്ഞ കാര്യം കൊണ്ടല്ല, പക്ഷേ അവർ നെതർ NFT എന്ന് പറയുന്നൊരു NFT കൊടുത്തായിരുന്നു. ആ നെതർ NFT മേടിച്ചവർക്ക് 750 ടോക്കൺ കോയിൻ കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അവർ ഒരു സ്കാം ചെയ്തു. അവർ 75 ടോക്കൺ അങ്ങനെ എന്തുവാണ് കൊടുത്തത്. അപ്പോൾ അങ്ങനെ ഒരു സ്കാം ചെയ്തതുകൊണ്ട് അത് ട്വിറ്ററിൽ ഞാൻ കണ്ടതാണ്. ഓവർ ഈ സ്കാം എന്ന് പറഞ്ഞ് ആരെല്ലാം നെതർ NFT മേടിച്ചോ അവരെല്ലാം ഇങ്ങനെ ഇത് കംപ്ലയിൻറ്റ് ചെയ്തു. അങ്ങനെ ഒരു പാനിക് സെല്ലും ഇതൊക്കെ ഉണ്ടായത് കൊണ്ടായിരിക്കണം അതിൽ ആ ഒരു ഉദ്ദേശിച്ച പ്രൈസ് അതിൽ കയറാത്തത്. അതുപോലെ എന്തെങ്കിലും സ്കാമൊക്കെ നടക്കുകയാണെങ്കിൽ ചിലപ്പം വില കുറയും. ഇല്ലെങ്കിൽ എൻ്റെ ഒരു അനുമാനം മിനിമം ഇതൊരു $5 ലിസ്റ്റിംഗ് പ്രൈസ് കാണും എന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. അപ്പോൾ ബാക്കി ഇതിൻ്റെ വിഡ്രോ മറ്റ് അനൗൺസ്മെൻറ്റുകൾ വരുന്നതനുസരിച്ച് എൻ്റെ വീഡിയോസ് ചെയ്യും. വേറെ കുറേ അപ്ഡേറ്റുകളുണ്ട്. ഇനി തുടർച്ചയായിട്ട് ഡെയിലിയുള്ള അപ്ഡേറ്റ്സിൻ്റെ വീഡിയോകൾ വരും. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.